അടുത്ത ലിസ്റ്റാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പം അടുത്ത നമ്മൾ കൊടുക്കുവാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. ലിസ്റ്റ് ഓക്കെ. ഇനി നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം അത് ഡെഫിനിഷൻ ലിസ്റ്റ് നമ്മൾ DL ടാഗിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ഓപ്പണിങ് ക്ലോസിങ് ഉണ്ട്. ഓക്കെ, ഈ ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ലിസ്റ്റ് തേമും ഉണ്ട്, ഒരു ഡെഫിനിഷനും ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ആദ്യം കൊടുക്കുന്ന ആപ്പിൾ, അതൊരു ലിസ്റ്റ് തേമായിട്ട് ഞാൻ കൊടുക്കും. ആപ്പിൾ കൊടുക്കാം. അത് ഞാനിപ്പോ DTക്കകത്താണ് ഡെഫിനിഷൻ കൊടുക്കുന്നത്. DT ക്ലോസിംഗ് ഉണ്ട്. ഞാൻ ആപ്പിൾ എന്ന് പറഞ്ഞ് കൊടുക്കുവാണേ. ഓക്കെ, അപ്പം അതിന് ഞാൻ ഡെഫിനിഷൻ കൊടുക്കുക, ആപ്പിളിനെ പറ്റി ഡെഫിനിഷൻ കൊടുക്കുക. അത് ഞാൻ DD ടാഗിനകത്താണ് കൊടുക്കുന്നത്. ഓക്കെ, ആപ്പിൾ ഈസ് എ സ്വീറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെ. ആപ്പിൾ ഈസ് എ സ്വീറ്റ് ഫ്രൂട്ട്. ഓക്കെ, ഞാൻ സേവ് ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ആപ്പിൾ എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ആപ്പിൾ ഈസ് എ സ്വീറ്റ് ഫ്രൂട്ട്. ഇതാണ് നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ലിസ്റ്റ് ആക്കുക, പിന്നെ അതിന്റെ ഡെഫിനിഷൻ കൊടുക്കുക. അതാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പൊ നമ്മൾ ലിസ്റ്റിൽ ഏതൊക്കെ പഠിച്ച്? ഓർഡർ ലിസ്റ്റ്, അൺഓർഡർ ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ഓർഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഓർഡർ ആയിട്ട് കൊടുക്കുക, അതാണ് ഓർഡർ ലിസ്റ്റ്. അതിൽ നമുക്ക് നമ്പർ ആവാം, ആൽഫബറ്റ്സ് ആവാം, എന്ത് വേണമെങ്കിലും ആ ലിസ്റ്റിൽ കൊടുക്കാം. അൺഓർഡർ ലിസ്റ്റ് ആകുമ്പോൾ ആ കൊടുക്കുന്ന ലിസ്റ്റിന്റെ അവിടെ നമുക്ക് എന്താ സ്ക്വയർ, ഡോട്ട്, അതൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് അൺഓർഡർ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്താ ലിസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കും, അതിന്റെ ഡെഫിനിഷനും കൊടുക്കും. അതാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഓക്കെ.